കണ്ണിൽ കണ്ടു കളയുന്നതിനെ ഓർമ്മയിൽ സൂക്ഷിച്ചാൽ എത്രയധികം മനോഹരമായിരിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയവനാണ് ക്യാമറ. ക്യാമറയുടെ കണ്ടുപിടുത്തം നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി. വെൽക്കം ടു ദി ഇൻസ്റ്റഗ്രാഫർ പ്രസൻറ്റഡ് ബൈ മാൻ ക്രിയേഷൻസ്. എൻ്റെ പേര് നിതീഷ് ഗോകുൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പിടി ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിനീഷ് ആർക്കെയാണ്. മൊബൈൽ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് വിനീഷ് ആർക്കെ ഫോട്ടോസ് എടുത്തിരിക്കുന്നത്. ഒരു തിരുവനന്തപുരംകാരനാണ് വിനീഷ് ആർക്കെ. വിനീഷ് ആർക്കെയുടെ ഓരോ ചിത്രങ്ങളും പ്രകൃതിയുടെ നേർസാക്ഷ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫോട്ടോസും നമ്മുടെ ഓർമ്മകളെ കൂടുതൽ മനോഹരമാക്കുന്നു എന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കാർത്തികയെയാണ്. മൊബൈൽ ഫോട്ടോഗ്രാഫർ തന്നെയാണ് കാർത്തിക ഫോട്ടോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു അമേസിംഗ് ഫോട്ടോഗ്രാഫറും എഡിറ്ററും കൂടിയാണ് കാർത്തിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഭാഗ്യവാന്മാർ തന്നെയാണ്. അവരുടെ പാഷൻ തന്നെ അവർക്ക് പ്രൊഫഷനായി തിരഞ്ഞെടുക്കാൻ സാധിച്ചു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാഭാഗ്യം തന്നെയാണ് നമുക്ക്. അടുത്തതായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് സൂര്യദാസിനെയാണ്. ഡാർക്ക് സോൾഡ് നിഗ എന്നാണ് സൂര്യദാസ് അറിയപ്പെടുന്നത്. ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫർ തന്നെയാണ് സൂര്യദാസും. അമേസിംഗ് ക്ലിക്സ് ആണ് സൂര്യദാസിൻ്റേത്. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട്ടിലെ വിത്തിനശ്ശേരിയിൽ നിന്നാണ് സൂര്യദാസ് വരുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ശ്രീചന്ദനയെയാണ്. ശ്രീ ഫോട്ടോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫർ തന്നെയാണ് ശ്രീചന്ദന. മൊബൈൽ ഫോട്ടോഗ്രാഫിയും മ്യൂസിക് പോലെ തന്നെ മനസ്സിന് സന്തോഷം പകരുന്ന ഒന്നാണ്. വളരെ നല്ല ഫോട്ടോഗ്രാഫ്സ് തന്നെയാണ് ശ്രീചന്ദനയുടേത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് മനു കൃഷ്ണയാണ്. മനു കൃഷ്ണയും ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫറാണ്. അമേസിംഗ് ക്ലിക്സ് ആണ് മനു കൃഷ്ണയുടേത്. MK എന്നാണ് വാട്ടർമാർക്ക്. ഓരോ ചിത്രവും അതിമനോഹരം തന്നെയാണെന്ന് നമുക്ക് പറയാം. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാഫറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ഒപ്പം പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.